കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കേളുഗുഡെ സ്വദേശികളായ അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. വിധി നിരാശാജനകമെന്നും വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായിരുന്ന കാസർഗോഡ് കേളുഗുഡെ സ്വദേശികളായ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെയാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. വിധി പറയുന്നത് 3 തവണ മാറ്റിവെച്ച ശേഷമാണ് 7 വർഷങ്ങൾക്കിപ്പുറം കോടതിയുടെ വിധിയുണ്ടായത്. കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും എന്നാൽ നീതി ലഭിച്ചില്ലെന്നും വിധി കേട്ടതിന് പിന്നാലെ റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ ഏറെ വിഷമത്തോടെ പ്രതികരിച്ചു. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി എനിക്ക് കോടതിയുടെ മേലെ. പറയാൻ കിട്ടുന്നില്ല എന്തും. കോടതിയുടെ കണ്ടെത്തൽ ദൗർഭാഗ്യകരമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത്തും പറഞ്ഞു. DNA തെളിവിന് പോലും വില കൽപ്പിച്ചില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരാശരാക്കുന്ന വിധിയെന്നും അപ്പീൽ പോകുമെന്നും അഡ്വക്കേറ്റ് ഷാജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 വർഷമായി ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അതിൻ്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ്. 2017 മാർച്ച് 20 രാത്രിയിലായിരുന്നു റിയാസ് മൗലവിയെ മസ്ജിദിലെ താമസ സ്ഥലത്ത് വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 3 ദിവസത്തിനകം അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നു. ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ അറസ്റ്റിലായത് മുതൽ 7 വർഷക്കാലമായി ജയിലിൽ കഴിയുകയായിരുന്നു. DNA പരിശോധന ഫലമടക്കം 50-ലേറെ രേഖകളാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. 97 സാക്ഷികളെ വിസ്തരിക്കുകയും 215 രേഖകളും 45 തൊണ്ടിമുതലുകളും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്.